ഭരണഘടനയോടുള്ള വെല്ലുവിളിയായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയോ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന ഏതെങ്കിലും നിയമനിർമ്മാണ സഭയോ, അത് സംസ്ഥാനത്തെ നിയമനിർമ്മാണ സഭയോ പാർലമെൻറ്റോ അംഗീകരിച്ചൊരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ ഭാരതാംബയെക്കുറിച്ച് സംസാരിക്കുന്നത്. ഭാരതാംബയ്ക്ക് ഒരു നിയമസാധുതയുമില്ല, ഒരു ഭരണഘടനാ സാധുതയുമില്ല എന്നതാണ് എൻ്റെ ആദ്യത്തെ പോയിന്റ്. പലതവണ ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. ഭരണഘടനയിൽ ഒരിടത്തും ഭാരതാംബ എന്നൊരു പ്രയോഗമേ ഇല്ല. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത്, അതാണ് ഭാരത ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ഭാരതാംബയെന്നോ ഏതെങ്കിലും തരത്തിലുള്ള അങ്ങനെ വൈകാരികമായ പ്രയോഗങ്ങളൊന്നും അതിൻ്റെ ഭാഗമല്ല. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഏതെങ്കിലും നിയമ സംവിധാനത്തിൻ്റെ ഭാഗമാണോ എന്നുള്ളതാണ്. നമുക്ക് ഇന്ത്യയിലെ നാഷണൽ സിംബൽസുമായി ബന്ധപ്പെട്ട, ദേശീയ അടയാളങ്ങളുമായി ബന്ധപ്പെട്ട നിലവിലിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട നിയമങ്ങളുണ്ട്. അതിലൊന്ന് ദ എംബ്ലംസ് ആൻഡ് നെയിംസ് പ്രിവെൻഷൻ ഓഫ് ഇംപ്രോപ്പർ യൂസ് ആക്ട് 1950. ഇതുപ്രകാരം ഏകദേശം 28ഓളം നാഷണൽ എംബ്ലത്തിനെയും സിംബൽസിനെയും കുറിച്ചും പറയുന്നുണ്ട്. ഇതിൽ ഒരിടത്തും ഭാരതാംബ എന്നൊരു പ്രയോഗം കാണാൻ കഴിയില്ല. രണ്ടാമത്തത് പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് 1971. അതിൽ നാഷണൽ ഫ്ലാഗിനെക്കുറിച്ചും കോൺസ്റ്റിറ്റ്യൂഷനെക്കുറിച്ചും നാഷണൽ ആന്തത്തെക്കുറിച്ചും ഒക്കെ പറയുന്നു. അവിടെയും ഭാരതാംബ എന്നൊരു പ്രയോഗം നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഭാരതാംബ എന്ന പ്രയോഗത്തിന് രാഷ്ട്രീയമായി അഥവാ ഭരണഘടനാപരമായി നിയമപരമായി ഒരു സാധുതയുമില്ല. ഇതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. നമ്മുടെ ഹൈക്കോടതി പോലും ഭാരതാംബയെ ആ അർത്ഥത്തിൽ അംഗീകരിച്ചുകൊണ്ടല്ല അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത്. അത് വിധി പ്രസ്താവത്തിലല്ല, അതൊരു ചോദ്യം മാത്രമായിരുന്നു രജിസ്ട്രാറുടെ അഭിഭാഷകനോട്. അപ്പോൾ ആ ഭാഗം ക്ലിയറാണ്. രണ്ടാമത്തത്, ഇന്നത്തെ പ്രഭാഷണത്തിൻ്റെ വിഷയമാണ് എന്നെ യഥാർത്ഥത്തിൽ ഭാരതാംബയെ കൊണ്ട് പൂജിപ്പിക്കാൻ നടത്തിയ ശ്രമത്തേക്കാൾ ആശങ്കപ്പെടുത്തുന്നത്. ചർച്ച ചെയ്യപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിച്ചതും അതാണ്. ഭരണഘടനയിലെ സാംസ്കാരിക ദേശീയതയെക്കുറിച്ചാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഭരണഘടന ഒരു സാംസ്കാരികമായ ദേശീയത മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇത് ചരിത്രപരമായ ഒരു അബദ്ധമാണ്. കാരണം ഇന്ത്യൻ ദേശീയതയെക്കുറിച്ച് ആഴമേറിയ പഠനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ദേശീയതയെ ആദ്യം തള്ളിപ്പറഞ്ഞ ഒരു മനുഷ്യൻ്റെ പേരാണ് രവീന്ദ്രനാഥ് ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോർ, നമ്മുടെ ദേശീയഗാനം എഴുതിയ രവീന്ദ്രനാഥ് ടാഗോർ തള്ളിപ്പറഞ്ഞ ഒരാശയമാണ്. എന്താണ് ആ ദേശീയതയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാചകം? എൻ്റെ ആത്മീയമായ അഭയസ്ഥാനമല്ല ദേശീയത എന്നാണ്, അത് മനുഷ്യവംശമാണ് എന്നാണ് രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞത്. അതിൻ്റെ കാരണം അതിനൊരു അപരനെ സൃഷ്ടിക്കാനും എതിരാളിയെ സൃഷ്ടിക്കാനും കഴിയും ദേശീയതയ്ക്ക് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ സാർവലൗകികതയെക്കുറിച്ച് സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നോട്ട് വെച്ച ആശയങ്ങളിലൊന്ന് ഈ വിശാലമായ അർത്ഥത്തിൽ ഇന്ത്യയുടെ ഭരണഘടനയിൽ അധിഷ്ഠിതമായ ദേശീയതയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ നാൾവഴിയിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മതപരമായൊരു ദേശീയതയുണ്ടായിരുന്നു. ഈ സാംസ്കാരിക ദേശീയതയുടെ ആണിക്കൽ എന്ന് പറയുന്നത് എവിടെയാ? അത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയും ആനന്ദമഠും എഴുതിയ കാലത്ത് തുടങ്ങുന്ന ഒരു സാംസ്കാരിക ദേശീയതയുണ്ട്. ആ സാംസ്കാരിക ദേശീയത മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആഴമേറിയതായിരുന്നു. അതിനെ പിന്നീട് ജനകീയമായൊരു സാമൂഹിക പ്രസ്ഥാനമായി, നമ്മളുടെ ദേശീയ പ്രസ്ഥാനമായി മാറ്റുന്നത് 1920-കൾക്ക് ശേഷമാണ്. അവിടെ ആര് വന്നതിന് ശേഷം? മഹാത്മാഗാന്ധി വന്നതിന് ശേഷമാണ്. അപ്പുറം സവർക്കറുടെ നേതൃത്വത്തിൽ അന്ന് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമുണ്ടായ ആ അതേ ആശയത്തെ പിൻപറ്റുന്ന ഒരു ധാര 1923 മുതൽ ഇന്ത്യയിലെ ചരിത്രത്തിൽ കാണാം. അതാണ് മാതൃഭൂമി, പിതൃഭൂമി തുടങ്ങിയ ആശയധാരയായി മാറുന്നത്. അപ്പോൾ എവിടെയാണ് നമ്മൾ ഭാരതാംബയെ തിരഞ്ഞു പോകുന്നത്? ഭാരതാംബയെ നിങ്ങൾ തിരഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് കിരൺ ചന്ദ്ര ബാനർജിയുടെ നാടകത്തിൽ ഭാരതാംബ എന്നൊരു പ്രയോഗം കാണാം. അത് ഈ അർത്ഥത്തിലേ അല്ല ഉപയോഗിച്ചിരുന്നത്. ബംഗാളിൻ്റെ പരിസരത്ത് രൂപപ്പെട്ട ഒരു നാടകത്തിൽ രൂപീകരിക്കപ്പെട്ട ആശയമാണ്. ആനന്ദമഠിലേക്ക് വരുമ്പോൾ അവിടെ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠിൽ കാണുന്ന ആശയവും ഇതേ ആശയത്തെ പിൻപറ്റുന്ന ഒന്നാണ്. അവിടെ അതിനെ തുടർന്നാണ് പിന്നീട് അവനീന്ദ്രനാഥ ടാഗോറിൻ്റെ ഒരു ചിത്രം വരുന്നത്. അത് നിലവിൽ RSSൻ്റെ ഭാരതാംബയുമായി ഒരു തരത്തിലുള്ള ബന്ധവും അതിനില്ല എന്നുള്ളതാണ്. രണ്ടും രണ്ടാണ്. ഇപ്പോൾ കാണുന്ന സിംഹാരൂഢയായ ഒരു വനിതയുടെ ഭാരതാംബയുടെ ചിത്രവും അവനീന്ദ്രനാഥ ടാഗോർ വരച്ച കറ്റയേന്തിയ, രുദ്രാക്ഷമാല ഏന്തിയ, തുണിയും പുസ്തകവും ഏന്തിയ ഒരു ഭാരതാംബയുണ്ട്. ആ ചിത്രവുമായി ഒരു ബന്ധവുമില്ല. അപ്പോൾ വെച്ചിരിക്കുന്ന ചിത്രം തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഒന്നുകിൽ അത് അവനീന്ദ്രനാഥ ടാഗോറിൻ്റെ ആണെന്ന് പറഞ്ഞാൽ നമുക്കിത് മനസ്സിലാക്കാം. അതിലൊരു സാംസ്കാരികമായ എലമെൻ്റ് ഉണ്ട്. അത് ബംഗാളിൻ്റെ അന്നത്തെ സാംസ്കാരിക പരിസരത്ത് രൂപപ്പെട്ട ഒന്നാണ്. പക്ഷെ അതുപോലും ഇന്ത്യൻ ഭരണഘടന ഒരു സിമ്പിളായിട്ട് എടുത്തിട്ടില്ല. ഇന്ത്യൻ ഭരണഘടന സിമ്പിളായിട്ട് എടുത്തത് സാരനാഥിലെ അശോകസ്തംഭവും ഈ പറയുന്ന മറ്റ് നമ്മളുടെ പതാകയും ഒക്കെയാണ് നമ്മുടെ സിമ്പലുകളായിട്ടും പതാകയുമായിട്ടും മുദ്രയായിട്ടും എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചർച്ച തന്നെ എന്തിനാണ് ഈ ഘട്ടത്തിൽ കൊണ്ടുവരുന്നത്? ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്താ? ഇന്ന് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട ദിവസമാണ്.
1949 നവംബർ മാസം 26 ഭരണഘടനയെ ഔദ്യോഗികമായി അംഗീകരിച്ച ദിവസത്തിൻ്റെ 76 വാർഷിക ദിനത്തിലാണ് നമ്മളിത് സംസാരിക്കുന്നത്. അന്ന് അംബേദ്കർ പറഞ്ഞൊരു വാചകമുണ്ട്. അംബേദ്കർ പറഞ്ഞത് ഈ ഇൻഡിപെൻഡൻസ്, ഈ സ്വാതന്ത്ര്യം എത്ര കാലം നിലനിൽക്കും എന്ന് ഭയക്കുന്നു എന്ന് പറഞ്ഞതാണ് അംബേദ്കർ. അതെന്നാ പറയുന്നതെന്ന് ഓർമ്മിച്ചു. ഇന്ത്യൻ ഭരണഘടനയെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നതിൻ്റെ തലേ ദിവസം നവംബർ 25 ഭരണഘടനയെ സ്വീകരിക്കുന്നതിൻ്റെ തലേ ദിവസം പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ നടത്തിയ പ്രസംഗത്തിലായി പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്. നമ്മുടെ ഭരണഘടന ഏറ്റവും മികച്ച ഭരണഘടനയാണെങ്കിൽ പോലും അത് മോശമായ ഭരണഘടനയായി മാറാം. അത് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ സ്വഭാവം അനുസരിച്ചിരിക്കും. മോശം ആളുകൾ കൈകാര്യം ചെയ്താൽ ആ ഭരണഘടന മോശമായിട്ട് മാറാം. നിങ്ങൾക്ക് ഈ ഘടനയെ മാറ്റാതെ തന്നെ ആന്തരികമായി ഇന്ത്യയിലുള്ള ഈ ഭരണഘടന വിഭാവനം നൽകുന്ന ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ സാധിക്കും. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. രാഷ്ട്രീയമായ മെജോറിറ്റി, പൊളിറ്റിക്കലായിട്ടുള്ള മെജോറിറ്റി, ഭൂരിപക്ഷം എന്നുള്ളത് ജനാധിപത്യത്തിന് ഗുണകരമാണ്. എന്നാൽ അതൊരു കമ്മ്യൂണൽ മെജോറിറ്റി ആയിട്ട് രാഷ്ട്രീയ അധികാരമായി മാറിയാൽ ഇന്ത്യ എന്ന ആശയം തന്നെ നിലനിൽക്കില്ല എന്നാണ് അംബേദ്കർ പറഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഈ ചർച്ചയിൽ ഭാരതാംബ എന്നുള്ളതിന് ഭരണഘടനയുടെ പിൻബലമോ ഭരണഘടനയെ അടിസ്ഥാനമാക്കി ഏതെങ്കിലും നിയമനിർമ്മാണത്തിൻ്റെ സാധുതയോ ഇല്ല. സാംസ്കാരികമായി പോലും ഈ ആശയത്തിന് വലിയ പിൻബലമില്ല. ചരിത്രപരമായി നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ രാജ്യവും ഭരണഘടനയും നമ്മളും പിൻപറ്റുന്നത് ഒരു സാംസ്കാരിക ദേശീയതയല്ല, പകരം അത് ഭരണഘടനാധിഷ്ഠിതമായ ഒരു ദേശീയതയാണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണലായ നാഷണലിസമാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷണലായ നാഷണലിസത്തിൽ പറയുന്നത് കോമ്പോസിറ്റ് കൾച്ചറിനെ കുറിച്ചാണ്. ഞാൻ ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിച്ച് നിർത്താം. ഇന്ത്യൻ ഭരണഘടനയുടെ പൗരധർമ്മത്തിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ 51A(F) പറയുന്നൊരു ഭാഗമുണ്ട്. ടു വാല്യൂ ആൻഡ് പ്രിസർവ് ദ റിച്ച് ഹെറിറ്റേജ് ഓഫ് അവർ കോമ്പോസിറ്റ് കൾച്ചർ. ഇന്ന് കോമ്പോസിറ്റ് കൾച്ചർ എന്നുള്ളത് വിദേശ രാജ്യങ്ങളുടെ സംഭാവനയാണ് എന്നാണ് ഗവർണർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. വൈവിധ്യമാർന്നൊരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു. ഇവിടെ എത്രയെത്ര നോക്കൂ, മതത്തെ അംഗീകരിച്ചവർ, മതത്തെ അംഗീകരിക്കാതെ പോയവർ ഒക്കെയും ഈ നാട്ടിൽ ജീവിച്ചിരുന്നു. ഇവരെയൊക്കെ ഉൾക്കൊള്ളുന്നതാണെങ്കിൽ ആ ആശയം നമ്മൾ സ്വീകരിക്കുന്നതാണ്. അതല്ലാതെ ഈ ഡൈവേഴ്സിറ്റി തൂത്തെറിയുന്ന ഒരാശയമായിട്ട് തന്നെ കൊണ്ടുവരുമ്പോൾ സാംസ്കാരിക ദേശീയതയെ ഭരണഘടനാ ദേശീയതയുടെ മുകളിൽ പ്രതിഷ്ഠിക്കുന്നത് യഥാർത്ഥത്തിൽ ചരിത്രത്തോടുള്ള വെല്ലുവിളിയാണ്, ചരിത്രത്തോടുള്ള ഒരു അവഹേളനമാണ്. ഭരണഘടനയും ആ ഭരണഘടന രൂപം നൽകിയ ഇന്ത്യയോടുള്ള അവഹേളനയുമാണ്. കാരണം ഇന്ത്യ എന്നതിനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ഭരണഘടനയാണ്. ആ ഭരണഘടന ഇല്ലാതായാൽ ഇന്ത്യ എന്ന ആശയമാണ് ഇല്ലാതാവുക. അവിടെ ഭാരതത്തെ ഇന്ത്യക്ക് മുകളിൽ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നവർ യഥാർത്ഥത്തിൽ നിഴലിനോടാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഭരണഘടന ഉള്ളിടത്തോളം കാലം നമ്മൾ സുരക്ഷിതരാണെന്നുള്ളതാണ് നമ്മൾ കരുതിയത്. എന്നാൽ ആ ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ ചിതലരിക്കുന്ന തരത്തിലുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നൊരു വിഭാഗമുണ്ട്. അവരാണ് അനാവശ്യമായ ഭാരതാംബയുടെ പേരിൽ ഈ വിവാദങ്ങൾ നടത്തുന്നത്. എൻ്റെ ഭാരതാംബ, ഇനി ഭാരതാംബ എന്നുള്ള ഒരു വിളി, അത് വിളിക്ക് വൈകാരികമായൊരു വിളിക്കൊരു സ്വാതന്ത്ര്യ സമരത്തിനൊരു വൈകാരികമായിട്ടുള്ളൊരു കാൽപ്പനികമായ സൗന്ദര്യമുണ്ട് എന്ന് കരുതുന്നയാളാണ് ഞാൻ. മാ തേരേ വതൻ ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം എഴുതിയത് അസിമുല്ല ഖാനാണ്. അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യത്തിന് അത്രമേൽ ചാരുതയുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായിട്ട് ചുമതലയേൽക്കുന്ന ദിവസം മുഴങ്ങിക്കേട്ടത് ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യമല്ല. പകരം മുഴങ്ങിക്കേട്ട മുദ്രാവാക്യം എന്താണെന്ന് അറിയാമോ? ഹസ്രത് മൊഹാനി എന്ന 1921 അഹമ്മദാബാദ് സെഷനിൽ ഉയർത്തിയ ആ മുദ്രാവാക്യമാണ്. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യമാണ്. ഹസ്രത് മൊഹാനിയാണ് അത് മുഴക്കിയത്. മറ്റൊരു മുദ്രാവാക്യം കൂടി അവിടെ കേട്ടു. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യമാണ്. ആരാണ് വിളിച്ചതെന്നറിയാമോ? ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം വിളിച്ചത് ഈ സൈനുൽ അസീബുൽ ഹസനാണ്. അദ്ദേഹം ആരുടെ നിർദ്ദേശപ്രകാരമാണ്? സുഭാഷ് ചന്ദ്രബോസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ആ മുദ്രാവാക്യം വിളിച്ചത്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം മുഴക്കിയത്. മാ തേരേ വതൻ ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചത്. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിച്ചത്. ഈ ഭരണഘടനാ അസംബ്ലിയിൽ മുഴങ്ങിക്കേട്ട എല്ലാ മുദ്രാവാക്യങ്ങളും വിളിച്ചിരുന്ന ഒരു വിഭാഗം ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ പ്രതിനിധികളാണ്. അവർ ഇന്ത്യയുടെ മക്കളാണ്. അവരുടെ ദേശീയത കൂടി ഉൾപ്പെടുമ്പോൾ മാത്രമാണ് ഇന്ത്യയുടെ ദേശീയത പൂർണ്ണമാവുക. അതുകൊണ്ട് ഭരണഘടനാ ദേശീയതയ്ക്ക് മുകളിൽ പ്രതിഷ്ഠിക്കുന്ന ഏതൊരു സാംസ്കാരിക ദേശീയതയും ജനാധിപത്യത്തിനും ഇന്ത്യ എന്ന രാജ്യത്തിനും അപകടകരമാണ് എന്നാണ് എൻ്റെ വാദം. ഭരണഘടനയോടുള്ള വെല്ലുവിളി. ഒരു കാര്യം കൂടി പറയാം. ഇത്രയും നിങ്ങൾ പറഞ്ഞാലും ഇത്രയും പോപ്പുലാരിറ്റി ഈ ഒരു വിഷയത്തിന് ഭാരതാംബയുടെ ചിത്രത്തിന് ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടർ ചാനലാണ്. താങ്ക്സ് ടു ആൻഡ്രോ സാർ. എന്തായാലും ജൂൺ 5 മുതൽ ഭാരതാംബ, അതെ 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 എന്തായാലും ഭാരതാംബയെ കുറിച്ച് ഗവർണർ പറഞ്ഞത് ഇത്രയധികം ചർച്ചയാക്കിയത് കൊണ്ട് ജൂൺ 5 പരിസ്ഥിതി ദിന പരിപാടി മുതൽ ഇങ്ങോട്ട് ഏറ്റവും കൂടുതൽ ചർച്ചകൾ മീറ്റ് ദ ടെസ്റ്റിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഭാരതാംബ എന്ന ചിത്രവും ഭാരതാംബ എന്ന ആ ഒരു ബിംബവും ഏറ്റവും നന്നായി കൂടുതൽ ആളുകളിലേക്ക്
ഈസ് ആൾസോ പബ്ലിസിറ്റി എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെ നെഗറ്റീവ് പബ്ലിസിറ്റി അല്ല, ഇത് ഭാരതാംബയെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുകയാണ്. ഭാരതാംബെ അനുകൂലിച്ചു എന്നാണോ സുജയ കരുതിയത്? കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇത് കേട്ട് കഴിഞ്ഞാൽ ഉടനെ ഭാരതാംബെ അനുകരിക്കുന്നു എന്നുള്ളതാണോ? അല്ല, നിങ്ങൾക്ക് ഭാരതത്തോട് രാഷ്ട്രീയമായ അപകടം നോക്കൂ. സുജയ്ക്ക് അഫ്ഗാനിസ്ഥാൻ ചേരുന്ന ഇന്ത്യയെ ആരാധിക്കാനുള്ള അവകാശമുണ്ട്. എനിക്ക് ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാർ ഇന്ത്യയെ സ്നേഹിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. താങ്കൾ അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടുന്ന ഇന്ത്യയെ സ്നേഹിച്ചോളൂ. ഞാൻ ഇന്ത്യൻ അതാണല്ലോ ഭാരതാംബ. എന്റെ ഭാരതാംബ 1980 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്ത് അതിരുകൾക്കുള്ളിൽ നിൽക്കുന്ന, അതിരുകൾക്കപ്പുറത്തേക്ക് ആശയത്തെ കൊണ്ടുപോയ ഇന്ത്യ നടക്കില്ല. ആ ഇന്ത്യ എന്ന ആശയമാണ് എന്റെ ഭാരതാംബ. Meet the editors.